ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഗാന്ധിജി കൈസേ ബനെ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും വിക്ടേഴ്സ് ചാനലിൽ പറഞ്ഞിട്ടുള്ള വർക്ക്ഷീറ്റുകളുടെ ആൻസറും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വേ ധീരെ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് ക്യാ ഹേ? അദ്ദേഹം പതുക്കെ പതുക്കെ ഗാന്ധിയായിട്ട് മാറി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ: गांधी पहले एक साधारण आदमी थे, लेकिन उन्होंने अपने अनुभवों से समाज की हर एक स्थिति समझकर एक समाज सेवी बन गई. ऐसा परिवर्तन उनके ज़िंदगी में धीरे धीरे आया था. അപ്പോൾ നമുക്ക് ആൻസറിൻ്റെ അർത്ഥം നോക്കാം. നമ്മുടെ ഗാന്ധിജി മുമ്പ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സമൂഹത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കുകയും സമൂഹത്തിനോട് സേവിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ മാറ്റങ്ങളിലൂടെയാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ തുടങ്ങിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. औरत की हालत देखकर गांधी जी ने एक धोती ही पहनने का फैसला कर लिया. ऐसा फैसला लेने का उद्देश्य क्या था? സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഒരു മുണ്ട് മാത്രമേ ധരിക്കൂ എന്ന തീരുമാനമെടുത്തു. ഇങ്ങനെ തീരുമാനിക്കാനുള്ള ഈ ഒരു തീരുമാനത്തിലൂടെയുള്ള ഉദ്ദേശം എന്താണ്? ആൻസർ നോക്കാം. औरत की हालत देखकर तत्कालीन भारत की गरीबी का चित्र उनके सामने पेश किया. भारत की आम जनता गरीबी एवं अभावों से विवश थी. ये समझकर गांधी जी ने उनके समान जीने का निश्चय किया. यह गांधी जी की जिंदगी का एक अहम मोड़ था. ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഭാരതത്തിൻ്റെ അപ്പോഴത്തെ ദാരിദ്ര്യം എന്ന ആ ഒരു അവസ്ഥ ഗാന്ധിജി മനസ്സിലാക്കുകയും ഭാരതത്തിലെ സാധാരണ ജനങ്ങളുടെ ഈ ദാരിദ്ര്യത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി അവരെ പോലെ ജീവിക്കണമെന്ന നിശ്ചയമെടുത്തു. ഇത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു. കുട്ടികളെ, ഇനി നമുക്ക് നമ്മുടെ വിക്ടേഴ്സ് ചാനൽ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ ബുധനാഴ്ച കാണിച്ചിട്ടുള്ള പാഠത്തിലെ അതിൽ തന്നിട്ടുള്ള വർക്ക്ഷീറ്റുകളുടെ ആൻസറുകൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. गांधी कैसे बने नामक अपने लेख में स्वयं प्रकाश जी ने गांधी जी के जीवन के 2 अहम निर्णय के बारे में बताया है. वे निर्णय कौन कौन से हैं? ഗാന്ധിജി എടുത്ത ആ തീരുമാനങ്ങൾ, അഹം നിർണയങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ആൻസർ: ഗാന്ധിജി കെ ജീവൻ കെ 2 അഹം നിർണയതേ. പ്രധാനപ്പെട്ട ആ 2 തീരുമാനങ്ങളാണ്. ജീവൻ മേ ഏക് ഹി ധോത്തി പഹന്നെ കാ, ജീവിതത്തിൽ ഒരൊറ്റ വസ്ത്രം മാത്രമേ ധരിക്കൂ എന്നത്. 2, ജീവൻ മേ പെൻസിൽ സേ ഹി ലിഖനെ കാ, ജീവിതത്തിൽ പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതൂ എന്നതും. അപ്പോൾ ഈ 2 തീരുമാനങ്ങളാണ് ഗാന്ധിജിയുടെ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഗാന്ധിജി എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. पहली परीक्षा में गांधी जी को 2 विषयों में 0 मिला था. इससे क्या संदेश मिलता है? ആദ്യത്തെ പരീക്ഷകളിലെ 2 വിഷയങ്ങളിൽ ഗാന്ധിജിക്ക് 0 മാർക്കാണ് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് കിട്ടിയത്? ആൻസർ: पहली परीक्षा में गांधी जी को 2 विषयों में 0 मिला था. इससे यह संदेश मिलता है कि छोटे छोटे पराजय जीवन की सफलता के लिए बाधा नहीं बनती. ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ തീരുമാനം ഇതായിരുന്നു. ചോട്ടെ ചോട്ടെ പരാജയ ജീവൻ കി സഫലത കെ ലിയെ ബാധ നഹീം ബൻതി. ചെറിയ ചെറിയ പരാജയങ്ങൾ ജീവിതത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു തടസ്സമാകുന്നതില്ല, ജീവിത വിജയത്തിൽ ഒരിക്കലും തടസ്സമാകുന്നില്ല. രണ്ടാമത്തത്, ജീവൻ മേ ആത്മവിശ്വാസ് കെ സാത്ത് ആകെ ബഡ്നാ ഹേ, ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ 2 സന്ദേശങ്ങളാണ് ഈ ഒരു ഉത്തരത്തിൽ നിന്ന് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സഹി വികൽപ്പ് ചുനെ, ശരിയായത് എടുത്തെഴുതാനാണ്. 1, ഗാന്ധിജി ഹമേശ ഗർമി മഹസൂസ് കർത്തേ थे. ഭാരത് की गरीबी समझकर गांधी भीतर तक हिल गए थे. गांधी कपड़ों से नफरत करते थे. അടുത്തത്, ഗാന്ധിജി കെ പാസ് കപ്പടെ ഖരീദനെ കെ ലിയെ പൈസേ നഹീം थे. ഇനി ഇതിൻ്റെ ആൻസർ നോക്കാം. ഇതിൽ ശരിയായത് ഭാരത് കി ഗരീബി സമജിക്കർ ഗാന്ധിജി ഭീത്തർ തക്ക് ഹിൽ ഗയേ थे. ഭാരതത്തിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി ഗാന്ധിജിയുടെ ഉള്ളിൽ
അത് ഒരു ഗാന്ധിജിയുടെ മനസ്സിനെ അത് വളരെയധികം ഇളക്കി മറിച്ചു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിക്ക് ഹാസ്യ വ്യംഗ്യ ഭാവന കിസ് വാക്യമേ നിഹിത് ഹെ. ഹാസ്യവ്യംഗ്യ ഭാവന ഏത് വാക്യത്തിലാണ് ഉള്ളത് എന്നാണ്. അബ് ഏക് പെൻസിൽ സേ ഹി ലിഖൂംഗ, ആകെ ഏക് ധോത്തി ഹി പഹനൂംഗ, अरे वाह इससे तो अच्छा लिख जाता है और स्याही वगैरह भरने का झंझट भी नहीं. फिक्र मत करो तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे. ഇതിൽ ഗാന്ധിജിയുടെ ആ ഒരു വ്യംഗ്യഭാവന എപ്രകാരമാണ് എന്നാണ്. അതിൻ്റെ ആൻസർ ഗാന്ധിജിക്ക് ഹാസ്യ വ്യംഗ്യഭാവന ഈസ് വാക്യമേം ഹേ. ഏതിലായിരുന്നു? ഫിക്കർ മത് കരോ തുമാരെ രാജാനെ ഹം ദോനോം കെ ബരാബർ കപ്പടെ അക്കേല ഹി പഹൻ രഖേ ഹോഗെ. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ രാജാവ് നമ്മൾക്ക് 2 പേർക്കും ആവശ്യമായ വസ്ത്രം ഒറ്റയ്ക്ക് തന്നെ ധരിച്ചിട്ടുണ്ട്. ദേശ് കെ അധികാംശ ലോക് ഗരീബ് ഹേ തോ ഹമേം ക്യാ കർണ ചാഹിയെ. അതായത് ദേശത്തിലെ അധികം ആളുകളും ദരിദ്രരാണ്, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ദേശ് കെ അധികാംശ ലോക് ഗരീബ് ഹേ തോ ഹമേം इन बातों का ध्यान रखना चाहिए. ഒന്ന്, ഫിജൂൽ ഗർജി ഔർ ദിഖാവ നഹീം കർണ ചാഹിയെ. അതായത് അധിക ചിലവും പാഴ്ചെലവുകളും അതുപോലെ കാണിക്കലും ഒന്നും പാടില്ല. കംസേ കമ്മേ കാം ചലാന ഹേ. കുറച്ച് ജോലികൾ മാത്രം ചെയ്യുക. സാദഗി ക മഹത്വ സമജ്ന. എന്താണ്? സാദഗി, സിംപ്ലിസിറ്റിയുടെ മഹത്വം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാർത്ഥനാ സഭാമേ സജ് ദജ്കർ ആയേ അമീർ ലോഗോം കോ ഗാന്ധിജിനെ ഡാണ്ടാ ക്യോ. പ്രാർത്ഥനാ സഭയിലേക്ക് വന്ന് ഒരുപാട് ഒരുങ്ങി വന്ന ആളുകളെ, പണക്കാരായ ആളുകളെ ഗാന്ധിജി ചീത്ത പറഞ്ഞു. എന്തുകൊണ്ട്? ആൻസർ പ്രാർത്ഥനാ സഭാമേ സജ് ദജ്കർ ആയേ അമീർ ലോഗോം കോ ഗാന്ധിജിനെ ഡാണ്ടാ ക്യോംകി ഗാന്ധിജി സാദഗി സെ പ്യാർ കർത്തേ ഥേ. ഗാന്ധിജി ലളിതം, അതായത് സിംപ്ലിസിറ്റിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ഉൻകെ ജീവൻ മേ സാദഗി കാ ബഡാ മഹത്വ ഹേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ആ ഒരു ലാളിത്യത്തിന്, ആ ഒരു ലളിതമായ ഒരു ഇതിന് വളരെയധികം മഹത്വമുണ്ടായിരുന്നു. അധികാംശ ദേശവാസി ഗരീബോ മേ ജീവൻ ബിതാത്തെ ഹേ തബ് ഹമേ ആഡംബർ നഹീം ദിക്കാനാ ചാഹിയെ. നമ്മുടെ ദേശത്തിലുള്ള അധികം ആളുകളും ദരിദ്രരാണ്, അതുകൊണ്ട് നമ്മളും ആഡംബരമൊന്നും കാണിക്കാൻ പാടില്ല. ഇസ്ലിയെ ഗാന്ധിജിനെ ഇനെ ഡാണ്ട. അതുകൊണ്ടാണ് ഗാന്ധിജി അവരെന്നെ വഴക്കു പറഞ്ഞത്. അടുത്തത്, ജൈനധർമ്മസെ ഗാന്ധിജിനെ ക്യാ അപ്നായ. ജൈനധർമ്മത്തിലൂടെ ഗാന്ധിജി എന്താണ് സ്വീകരിച്ചത്? ആൻസർ ജൈനധർമ്മസെ ഗാന്ധിജിനെ അപരിഗ്രഹ കോ അപ്നായ. അടുത്ത ക്വസ്റ്റ്യൻ, കിസ്നെ ഗാന്ധിജി കോ 3 ബന്ദർ വാല ഖിലൗന ഭേണ്ട് കിയാ ഹേ. ആരാണ് ഗാന്ധിജിക്ക് ആ 3 കുരങ്ങന്മാരുടെ കളിപ്പാട്ടം കൊടുത്തത്? ആൻസർ കുച്ച് ചീനി ബച്ചോംനെ. കുറച്ച് ചൈന കുട്ടികളാണ് ഗാന്ധിജിക്കോ 3 ബന്ദർ വാല ഖിലൗനെ ഭേണ്ട് കിയാത. ഗാന്ധിജിക്ക് 3 ബന്ദർ ക്യാ സന്ദേശ് ദേത്തെ ഹേ. ആ 3 കുരങ്ങുകളും എന്ത് മെസ്സേജുകളാണ് നമുക്ക് തരുന്നത്? ഒന്ന്, ബുരായി മത് ദേഖോ. തെറ്റുകൾ കാണരുത്, തിന്മ കാണരുത്. ബുരായി മത് സുനോ. തിന്മ കേൾക്കരുത്. ബുരായി മത് ബോലോ. തിന്മ പറയരുത്. ഈ 3 കാര്യങ്ങളാണ് ആ 3 കുരങ്ങന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി അപ്നെ ജേബ് ഘടി ഖമർ മേ ലട്കാത്തേ ഥേ ക്യോ. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് അതുപോലെ വാച്ചും അരയിൽ തൂക്കിയിട്ടു. എന്തിന്? ആൻസർ ഗാന്ധിജിനെ ധോത്തി പഹനി ശുരു കർ ദി തോ ജേബ് ഘടി രഖ്നെ കെ ലിയെ ബഡി കഠിനായി മഹ്സൂസ് ഹുയി. ഇസ്ലിയെ ജേബ് ഘടി ഉനോനെ അപ്നി ഖമർ മേ ലട്കാ ദി. അതായത് ഗാന്ധിജി ഒരു മുണ്ട് മാത്രമാണ് ധരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ പോക്കറ്റ് വാച്ച് വെക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത് അരയിൽ കെട്ടിത്തൂക്കാൻ തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നിമ്നലിഖിത വാക്യോം മേ രേഖാങ്കിത ശബ്ദോം കെ ആപ്പസി സംബന്ധോം കോ പഹ്ചാനെ. തന്നിട്ടുള്ള അടിയിൽ വരയിട്ട സെൻറ്റൻസുകളെ മനസ്സിലാക്കണം. ഒന്ന്, औरत तालाब में अपनी धोती धो रही थी. औरत के स्थान पर नौकर का प्रयोग करेंगे तो क्या परिवर्तन आएगा? आंसर औरत के स्थान पर लड़का, लड़की, लड़के और लड़कियां आदि का प्रयोग करके वाक्य की पूर्ति करें. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. औरत धो रही थी, नौकर धो रहा था. അടുത്തത്, लड़का धो रहा था, लड़की धो रही थी, लड़के धो रहे थे,
ലഡ്കിയാം ദോ രഹി ദീ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. അതായത് ഇവിടെ ലഡ്ക എന്താണ് ആൺകുട്ടി ആയതുകൊണ്ടാണ് ദോ രഹാദ ഒരു ആൺകുട്ടി അല്ലേ. ലഡ്കി പെൺകുട്ടി ആയതുകൊണ്ടാണ് രഹി ദി ലഡ്കെ ആൺകുട്ടികൾ. ദോ രഹേദേ അവിടെ രഹേദേ എന്നായി. ലഡ്കിയാം പെൺകുട്ടികളായതുകൊണ്ടാണ് ദോ രഹി ദീം എന്ന് വന്നത്. അടുത്തത് നിമ്നലിഖിത വർക്ക്ഷീറ്റ് കി പൂർത്തീകരെ. തന്നിട്ടുള്ള വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആക്കാനാണ്, ആൻസർ ചെയ്യാനാണ്. 1 സൽമാൻ ക്രിക്കറ്റ് ഡാഷ്. അതുപോലെ ഗീത അബി അബി. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഉത്തരം നോക്കൂ. സൽമാൻ ക്രിക്കറ്റ് ഖേൽത്താ ഹേ, ഗീത അബി അബി ആയി ഹേ, ഗൗരവ് പത്ര ലിഖ്താ ഹേ, ധർത്തി പാനി കെ ലിയെ തരസ് രഹി ഹേ, റീത കൽ ആയേഗി, ഗാഡി തേസി സെ ആത്തി ദി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗ്രാമർ സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മാമാജി ദില്ലി സെ ആയേ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു മേരാ ജീവൻ ഹി മേരാ സന്ദേശ് ഹേ, യഹ് ഗാന്ധിജി കാ കഥൻ ഹേ, പാഠ്ഭായ് के आधार पर इसका विश्लेषण करके भाषण तैयार करें. മേരാ ജീവൻ ഹി മേരാ സന്ദേശ് എന്ന ഗാന്ധിജിയുടെ ആ ഒരു വാക്കുകളെ കുറിച്ച് ഒരു സ്പീച്ച് ചെയ്യാനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഭാഷൺ മേരാ ജീവൻ ഹി മേരാ സന്ദേശ് ഹേ. माननीय अध्यक्ष महोदय, आदरणीय गुरुजनों और मेरे प्यारे साथियों, सबको सादर प्रणाम. आज मुझे गांधी जी के बारे में एक छोटा सा भाषण करने का अवसर मिला है. हमारे राष्ट्रपिता महात्मा गांधी हमारा अपना गर्व है. गांधी जी ने अपनी आत्मकथा सत्य की घोष में लिखा है, मेरा जीवन ही मेरा संदेश है. उनके इस कथन का मतलब आप जानते हैं. जब कोई अपने आदर्शों और सिद्धांतों को शब्दों से अधिक अपने कर्मों द्वारा समाज के सामने व्यक्त करते हैं, तब वह प्रेरणादायक और अनुकरणीय बन जाता है. हाँ, गांधी जी ने अपनी जिंदगी के जरिए यही मिसाल पेशा किया है. 2 अक्टूबर 1869 में गुजरात के पोरबंदर में मोहनदास करमचंद गांधी का जन्म हुआ था. पर बचपन से ही सत्य पर पूरा विश्वास रखता था. सत्य हरिश्चंद्र नाटक से उनको इसकी प्रेरणा मिली थी. नाटक से प्रेरित होकर उन्होंने सत्यनिष्ठा का प्रण लिया और जिंदगी भर पालन करते रहे. वे सच्चे अर्थों में एक ऐसे महात्मा है जो अपनी सोच, व्यवहार और कर्मों के जरिए एक साधारण व्यक्ति से महात्मा बने. और दर्जे का वह विद्यार्थी, बूढ़ों से डरने वाला वह लड़का, गरीबों की हालत देखकर सादगी को अपनाने वाले पूरे विश्व के सामने सच्चाई, आत्मविश्वासों और असामान्य धैर्यों का मिसाल बन गए. आइंस्टीन ने ठीक ही कहा था, आने वाली पीढ़ी खड़ी कठिनाई से विश्वास करेगी. इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था. हमें भी उनके आदर्शों को अपनाकर अपने सत्कर्मों द्वारा अच्छा इंसान बनने की कोशिश ज़रूर करनी चाहिए. इतना कहकर मैं अपना भाषण समाप्त करता हूँ. ധന്യവാദ്. കുട്ടികളെ, എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു സ്പീച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗാന്ധിജി കൈസെ ഗാന്ധിജി ബനെ എന്ന ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമർ അങ്ങനെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ.